പാഠമൊന്ന് ഒരു കൈസഹായം സീസൺ 13 കുട്ടികൾ സന്തോഷമായി സ്കൂളിൽ പോകട്ടെ. ഗൈസ്, നമ്മുടെ ഇപ്പം സ്റ്റുഡിയോയിൽ ഒരു ഭീകര കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു ലോഡ് നിറയെ ഈ പാഠമൊന്ന് കൈസഹായത്തിന്റെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്ന് ഹേഡൽ സോഫ്റ്റിൽ നിന്ന് വി ആർ ഹാവിംഗ് 3 members. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പേര് പറഞ്ഞ്. ശ്രീദേവി. ആ, ദേവിക. ഒരാള് വീഡിയോ എടുക്കാണ് അവിടെ ഇരുന്ന് തകൃതിയായിട്ട്. പേരെന്ന് പറയാവോ? ദീപക്. 3 പേർക്കും ആദ്യം തന്നെ ബിഗ് താങ്ക് യു. ഞങ്ങൾ എപ്പോ കേട്ടു? ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണോ ശ്രീദേവി? എല്ലാ വർഷവും നിങ്ങൾ ഇതൊരു സ്ഥിരം കാര്യമായിട്ട് എടുത്തിരിക്കുകയാണ് അല്ലേ? പറ്റുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി സൈഡിൽ കിട്ടിയിരുന്നു. അതിനു മുമ്പ് തന്നെ നമുക്ക് കമ്പനിയെ കുറിച്ച് സംസാരിക്കാം. ഹേഡൽ സോഫ്റ്റ് എന്താണ് കമ്പനി എന്ന് സംസാരിക്കാമോ? ഞങ്ങളൊരു ജർമ്മൻ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഞങ്ങൾക്കൊരു 50 എംപ്ലോയീസ് ആണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. 50 പേര്. ഹെവി ആണല്ലോ അപ്പൊ ഓഫീസ്. ശരി. അങ്ങനെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എംപ്ലോയീസ് ആണ് ഉള്ളത്. ജർമ്മൻ ക്ലയൻസ് ആണ് ഞങ്ങൾ ഇൻഫോ പാർക്ക് ഫേസ് 2 ആണ്, തേർഡ് ഫ്ലോർ. ഇൻഫോ പാർക്കിൽ ഒരുപാട് ഇങ്ങനത്തെ കമ്പനീസ് ഉണ്ടല്ലേ? കാര്യം നമുക്ക് ഇൻഫോ പാർക്ക് തന്നെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വൺ ഓഫ് ദ കമ്പനിയാണ് ഹേഡൽ സോഫ്റ്റ്. അപ്പൊ ഹൗസ് കമ്പനിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചില്ലാണ് ഓഫീസ്? അതെ, ചില്ലാണ്, അടിപൊളിയാണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ശരിക്കും ഞങ്ങളുടെ എംപ്ലോയീസ് ആണ് ഇതിനെപ്പറ്റി ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ സജിൽ എന്ന് പറഞ്ഞ എംപ്ലോയി ആണ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്തില്ലേ, അതേപോലെ ഇപ്രാവശ്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ക്ലബ് ഓഫ് മിന്. പിന്നെ അതേപോലെ ഞങ്ങൾ ഇന്റേണലി ഡിസ്കസ് ചെയ്തു. ഇതേപോലെ മീറ്റിംഗ് വിളിച്ചു. അതെ, ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് മോർണിംഗ് മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട്. അതിൽ നമ്മളിങ്ങനെ പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ കേട്ടു കാണാം പാഠം വന്നൊരു കൈസഹായം ഇപ്രാവശ്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്റേണലി ഡിസ്കസ് ചെയ്തു. പിന്നെ എംപ്ലോയീസിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ നമ്മൾ കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. സജിൽ ഉറപ്പിച്ചു ബാക്കി എല്ലാവർക്കും എങ്ങനെയായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാം? കാര്യം എല്ലാവർക്കും ഈ പറഞ്ഞ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഓക്കെ ആയിരുന്നു. എല്ലാവരും മുന്നിലോട്ട് തന്നെ വന്നു. അങ്ങനെ പ്രഷർ ചെയ്യേണ്ട അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. സോ നല്ലതായിട്ട് എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയി. അപ്പൊ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ അതെങ്ങനെ ഡിസൈഡ് ചെയ്തത്? ഞങ്ങൾക്ക് പാസ്റ്റ് ഇയർ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതെ ഞങ്ങൾ ഈ പ്രാവശ്യം പ്രിപ്പയർഡ് ആയിരുന്നു. ലൈക്ക് എത്ര നോട്ട്ബുക്സ് വേണം, എത്ര വാട്ടർ ബോട്ടിൽസ്, എത്ര ടിഫിൻ ബോക്സ്. ഇത്തോടെ ഞാൻ കണ്ടത് ഒരു ബാഗ് നിറയെ, ഒന്ന് കണ്ടത് ഈ ലഞ്ച് ബോക്സസ് ആണ്. എത്ര ലഞ്ച് ബോക്സ് ഉണ്ട്? അത് മാത്രം ഒരു കവർ നിറയെ എനിക്ക് തോന്നുന്നു 20 കുട്ടികൾക്കായിട്ടുള്ള ലഞ്ച് ബോക്സ്, നല്ല ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ. ബാഗും കൊടയും അങ്ങനെ തന്നെയാണ്. കൊടയുണ്ട്, ബാഗ്സ് ഉണ്ട്, ലഞ്ച് ബോക്സ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ നേരത്ത് പോകേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. വലിയ സന്തോഷമാണ്. ഇൻഫോ പാർക്കിൽ എല്ലാവർക്കും തന്നെ വലിയൊരു ബഹുമാനമാണ്. ഐ മീൻ ഞങ്ങൾക്ക് പുറമെ നോക്കുമ്പോഴത്തേക്കും ഇൻഫോ പാർക്കിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ബഹുമാനം തോന്നുന്നത് യങ് ക്രൗഡാണ് നമ്മുടെ തന്നെ. അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് പറയാനുള്ളത് അവരുടെ അടുത്ത്? ഒരുപാട് പേര് തിങ്ക് ചെയ്യുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, വേണോ വേണ്ടയോ എന്നൊക്കെ. എന്താ പറയാനുള്ളത്? നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മള് ചെയ്യാം. കൊച്ചുകുട്ടികളാണ്, അവരുടെ മുഖത്ത് ഒരു ചിരിയാണ് നമുക്ക് വലുത്. അപ്പോ നമുക്കൊരു പറ്റുന്ന പോലെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ഒന്നും അല്ലെങ്കിലും ഒരു പെൻസിൽ, ഒരു നോട്ട്ബുക്ക്, ഒരു കൊട, അതൊക്കെ തന്നെ വലിയ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ ചെയ്യാം.